ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മളുടെ വീഡിയോ യൂട്യൂബിലെ ലോങ് വീഡിയോസ് എങ്ങനെയാണ് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ അപ്ലോഡ് ചെയ്യാന്നുള്ളതാണ്. ഇന്നലെ നമ്മൾ യൂട്യൂബിൽ എങ്ങനെയാണ് ഷോർട്സ് ശരിയായ രീതിയിൽ അപ്ലോഡ് ചെയ്യാന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവർ എന്തായാലും നമ്മളുടെ ചാനലിൽ ഒന്ന് പോയി കണ്ടു നോക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ ലോങ് വീഡിയോസ് എങ്ങനെയാണ് യൂട്യൂബിൽ കറക്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ ഒരു ബിഗിനർ ആയിട്ടുള്ള ക്രിയേറ്റർ ആണെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അത്യാവശ്യം നല്ല വ്യൂസ് കിട്ടാനും സബ്സ്ക്രൈബേഴ്സ് കിട്ടാനൊക്കെ നമ്മൾ അതിൻ്റെ പ്രോപ്പർ SEO ഒക്കെ കറക്റ്റ് ആയിട്ട് വേണം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാനായിട്ട്. അപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ തംബ്നെയിൽ എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത്, ടൈറ്റിൽസ് എങ്ങനെയാണ് കൊടുക്കേണ്ടത്, അതുപോലെ തന്നെ വീഡിയോ നല്ല റീച്ചിൽ പോകാനായിട്ട് #ടാഗും കീവേഡ്സ് ഒക്കെ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് കൊടുക്കേണ്ടതെന്നുള്ളത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. ഇപ്പോഴും നിങ്ങൾ യൂട്യൂബ് ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതിന് പ്രോപ്പറായിട്ട് വ്യൂസ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ കൊടുക്കുന്ന SEOയുടെ കുഴപ്പമാവാം, അല്ലെങ്കിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഓപ്ഷൻസ് എനേബിൾ ആക്കാൻ മറന്നിട്ടാവാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം കൊണ്ടാവാം നമ്മുടെ വീഡിയോസിന് വ്യൂസ് കിട്ടാതെ വരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ യൂട്യൂബിൽ ലോങ് വീഡിയോസ് എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്നുള്ള ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ. പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ വീഡിയോ ഫുള്ള് കണ്ടു കഴിഞ്ഞിട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഒരുപാട് പേരിലേക്ക് എത്താനായിട്ട് ഹൈപ്പും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻസ് ആയിട്ട് പറയാം. പിന്നെ യൂട്യൂബിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ എനിക്കറിയുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ അത് ഷെയർ ചെയ്യാം. അപ്പോൾ എന്തായാലും നിങ്ങൾ കമൻസിൽ പറയാം. അപ്പോൾ നമുക്കത് വീഡിയോസ് ആയിട്ട് ചെയ്യാം. അപ്പോൾ യൂട്യൂബിൽ എങ്ങനെയാണ് ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടതെന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള സ്ക്രീൻ റെക്കോർഡിംഗ് ആണ് ഞാൻ കാണിച്ചു തരുന്നത്. നമ്മുടെ ചാനലിൽ തന്നെ ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്നവർക്ക് മാത്രമേ ഈ വീഡിയോ കണ്ടിട്ട് ഉപകാരം ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണാം. നമുക്ക് എന്തായാലും നേരെ സ്ക്രീൻ റെക്കോർഡ് കണ്ടിട്ട് വരാം. അപ്പോൾ ഗൈസ്, യൂട്യൂബിൽ ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് ആദ്യം തന്നെ നമുക്ക് യൂട്യൂബിൻ്റെ ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാം. യൂട്യൂബ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ താഴെയായിട്ട് നമുക്കൊരു പ്ലസ് ബട്ടൺ കാണാനായിട്ട് പറ്റും. അപ്പോൾ ആ ഒരു പ്ലസ് ബട്ടൺ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഷോർട്സ് അപ്ലോഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനാണ് വന്ന് കിടക്കുന്നത്. നമുക്കിവിടെ ലോങ് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ താഴെയായിട്ട് ആ ഓപ്ഷൻ ചേഞ്ച് ചെയ്യാനായിട്ട് നമുക്ക് കാണാൻ പറ്റും. അവിടെ നമുക്ക് ഷോർട്സ് മാറ്റിയിട്ട് വീഡിയോ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അപ്പോൾ വീഡിയോ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള വീഡിയോസൊക്കെ ഇവിടെ കാണാനായിട്ട് പറ്റും. ഇതിൽ ഞാനിപ്പോൾ ഇടാൻ പോകുന്ന ലോങ് വീഡിയോ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇന്നലെ നമ്മൾ ഇട്ട വീഡിയോ ആണ് ഇട്ടത്, അത് ഞാനൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ അതാ വീഡിയോ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ ആണ് കേട്ടോ ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. ഇതെങ്ങനെയാണ് അപ്ലോഡ് ചെയ്യാന്നുള്ളത് കറക്റ്റായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് അപ്ലോഡ് ചെയ്യാനായിട്ടുള്ള വീഡിയോ നമ്മൾ ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം. അതിന് മുൻപ് നമുക്കിവിടെ വേറൊരു ഓപ്ഷൻ കാണാൻ പറ്റും, എഡിറ്റ് ഇൻടു എ ഷോർട്ട് എന്ന് പറഞ്ഞിട്ട്. അതായത് ഈ ലോങ് വീഡിയോയിൽ നിന്ന് തന്നെ നമുക്ക് ഷോർട്സ് ആയിട്ട് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ തൽക്കാലം അത് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഈ വീഡിയോയുടെ തംബ്നെയിൽ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് ലോങ് വീഡിയോയുടെ തംബ്നെയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത വീഡിയോയുടെ മുകളിലായിട്ട് ഒരു പ്ലസ് ബട്ടൺ കാണാനായിട്ട് പറ്റും. പ്ലസ് അല്ല, ഒരു ഗാലറിയുടെ ഒരു ഇമേജ് പോലെ നമുക്ക് കാണാൻ പറ്റും. അതായത് ഇടത്തെ സൈഡിൽ മുകളിലായിട്ട് കാണാൻ പറ്റും. അത് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള തംബ്നെയിൽ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള തംബ്നെയിൽ ഇതുപോലെ ഒന്ന് എടുക്കുന്നുണ്ട്. ഇനി മുകളിലായിട്ട് സെലക്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തംബ്നെയിൽ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഷോർട്ട് വീഡിയോ എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യുക എന്നുള്ള വീഡിയോ ഇന്നലെ ചെയ്തില്ലേ, ആ വീഡിയോയുടെ തംബ്നെയിലാണ് കേട്ടോ ഇപ്പോൾ ഞാൻ കൊടുക്കുന്നത്. ആ വീഡിയോ ആണ് നമ്മളിതിൽ അപ്ലോഡ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ തംബ്നെയിൽ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് കൊടുക്കേണ്ടത് ടൈറ്റിലാണ്. അപ്പോൾ ഈ വീഡിയോയുടെ ടൈറ്റിൽ എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഷോർട്സ് അപ്ലോഡ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളതാണ് വീഡിയോ. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ട് ഹൗ ടു അപ്ലോഡ് യൂട്യൂബ് ഷോർട്സ് എന്ന് പറഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ടൈറ്റിൽ കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇമോജിയൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇമോജി കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒരു ഇമോജി കൊടുക്കുന്നുണ്ട്. ഇൻ മലയാളം എന്നും കൂടി ആക്കാം കേട്ടോ ടൈറ്റിൽ.
കറക്റ്റായിട്ട് നമ്മളുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഓഡിയൻസിന് മനസ്സിലാവണം നമ്മൾ എന്താണ് ആ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ടൈറ്റിൽ നമ്മൾ പരമാവധി ഷോർട്ടാക്കുക, അതുപോലെ തന്നെ കറക്റ്റ് നമ്മൾ എന്താണോ വീഡിയോയിൽ പറയാൻ പോകുന്നത് അത് ഇൻക്ലൂഡ് ചെയ്യുക. അപ്പോൾ അതാ ഇവിടെ ഒരു ടൈറ്റിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ലോങ് വീഡിയോയുടെ ടൈറ്റിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം #ആഡ് ചെയ്താൽ മതി. ഞാനപ്പോൾ ആഡ് ചെയ്യുന്നില്ല കേട്ടോ. ഇനി നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസൊക്കെ നോക്കാം. ബാക്കിയുള്ള ഓപ്ഷൻസിൽ വിസിബിലിറ്റിയുടെ അവിടെ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ പബ്ലിക്കായിട്ട് അപ്ലോഡ് ചെയ്യുന്നില്ല, അൺലിസ്റ്റഡ് ആയിട്ടാണ് വെക്കുന്നത്. കാരണം നമുക്കിത് അൺലിസ്റ്റഡ് ആയിട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയിട്ട് കുറച്ച് കാര്യങ്ങളും കൂടെ എഡിറ്റ് ചെയ്ത് സെറ്റാക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പബ്ലിക്കായിട്ട് അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് കറക്റ്റായിട്ടുള്ള വ്യൂസ് ഒന്നും കിട്ടൂല. അതുപോലെ തന്നെ യൂട്യൂബ് നമ്മളുടെ വീഡിയോ കറക്റ്റായിട്ടുള്ള ഓഡിയൻസിലേക്ക് ഷെയർ ചെയ്യില്ല കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് അൺലിസ്റ്റഡ് ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇനി അടുത്ത ഓപ്ഷൻ സെലക്ട് ഓഡിയൻസ് ആണ്. ഇവിടെ നമ്മൾ നോ ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് എന്നുള്ള ഓപ്ഷനാണ് കേട്ടോ കൊടുക്കേണ്ടത്. യെസ് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ വീഡിയോ റെസ്ട്രിക്റ്റഡ് ആവും, ഒരുപാട് പേരിലേക്ക് നമ്മളുടെ വീഡിയോ എത്തില്ല കേട്ടോ. അപ്പോൾ നമ്മൾ നോ ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് എന്നാണ് വീഡിയോ ചെയ്യുമ്പോൾ കൊടുക്കേണ്ടത്. താഴെയായിട്ട് വേറൊരു ഓപ്ഷൻ ഉണ്ട്, ഏജ് റെസ്ട്രിക്ഷൻസ്. അവിടെ നമ്മൾ നോ ഡോണ്ട് റെസ്ട്രിക്റ്റ് മൈ വീഡിയോ ടു വ്യൂവേഴ്സ് ഓവർ 18 ആ ഓപ്ഷനാണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി ഡിസ്ക്രിപ്ഷൻ്റെ ഭാഗത്ത് ഈ ലോങ് വീഡിയോനെ പറ്റിയിട്ട് നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, അതായത് വീഡിയോനെ പറ്റി ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ നമുക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുക്കാം. ഞാനിപ്പോൾ തൽക്കാലം അതൊന്നും കൊടുക്കുന്നില്ല, അതിന് പകരം #ആണ് കൊടുക്കുന്നത്. ഈ ഡിസ്ക്രിപ്ഷനിൽ തന്നെയാണ് നമ്മൾ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനും അതുപോലെ തന്നെ #ഉം പിന്നെ വേറെ ഏതെങ്കിലും വീഡിയോയുടെ ലിങ്ക് നമുക്ക് മെൻഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഡിസ്ക്രിപ്ഷനിലാണ് കേട്ടോ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ തൽക്കാലം ഇപ്പോൾ കുറച്ച് #ആണ് കൊടുക്കുന്നത്. യൂട്യൂബ് ടിപ്സ് അങ്ങനത്തെ കുറച്ച് #ഒക്കെയാണ് കൊടുക്കുന്നത് കേട്ടോ. ഞാനപ്പോൾ താഴേക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കുറച്ച് #ഒക്കെ കൊടുക്കുക. നിങ്ങൾക്കിപ്പോൾ #, സ്വന്തമായിട്ട് കൊടുക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ChatGPT വെച്ചോ മെറ്റ വെച്ചിട്ടൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോയ്ക്ക് ആവശ്യമായിട്ടുള്ള #ഉം കീവേഡ്സൊക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഞാനിവിടെ എല്ലാ ദിവസവും കൊടുത്ത് ശീലമായത് കാരണം ഇപ്പോൾ സെർച്ചൊന്നും ചെയ്യുന്നില്ല, ഇതന്നെ കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ #, ഇങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ള #, ഏതാണെന്നൊക്കെ. അപ്പോൾ നമുക്ക് അതിങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുക്കുന്നത്. ഇനി നമുക്ക് ലൊക്കേഷൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. അതുപോലെ തന്നെ നെക്സ്റ്റ് ഓപ്ഷൻ വരുന്നത് ആഡ് ടു പ്ലേലിസ്റ്റ് ആണ്. അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പ്ലേലിസ്റ്റിലേക്ക് നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന വീഡിയോ ആഡ് ചെയ്യണമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ യൂട്യൂബ് ഗൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലേലിസ്റ്റിലാണ് നമ്മളുടെ ഈ ഒരു വീഡിയോ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ബോക്സ് ടിക്ക് ചെയ്ത് കൊടുത്തിട്ട് ഡൺ കൊടുത്താൽ മതി. ഇനി അടുത്ത ഓപ്ഷൻ നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ആയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ മോണിറ്റൈസ് ആയവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. ഈ ടാഗ് പ്രൊഡക്ട്സ് നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും പ്രൊഡക്റ്റ് നമുക്ക് ടാഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് ഓഡിയൻസിന് റെഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കതിവിടെ ടാഗ് ചെയ്യാനായിട്ട് പറ്റും. ഞാനിപ്പോൾ തൽക്കാലം ഒരു പ്രൊഡക്ട്സും ടാഗ് ചെയ്യുന്നില്ല. ഇനി അടുത്തതായിട്ട് പെയ്ഡ് പ്രൊമോഷൻസ് ആൻഡ് ബ്രാൻഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ പെയ്ഡ് പ്രൊമോഷൻ ഒന്നും ചെയ്യാത്തത് കാരണം ഞാൻ നോ കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ പെയ്ഡ് പ്രൊമോഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് യെസ് ആക്കിയിട്ട് കൊടുത്താൽ മതി. ഇനി അടുത്തത് കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഇവിടെ നമ്മളുടെ ഫസ്റ്റ് ഓപ്ഷൻ വരുന്നത് ഇൻവൈറ്റ് എ കൊളാബറേറ്റർ എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. അതും നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ അടുത്ത ഓപ്ഷനാണ് കമൻസ്. നിങ്ങളെല്ലാവരും ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് കമൻസ് എങ്ങനെയാണ് ഓൺ ആക്കുക എന്നുള്ളത്. ഇവിടെയാണ് കേട്ടോ നമ്മൾ കമൻസ് ഓൺ ആക്കുന്നത്. ഇതിൽ നമ്മൾ ബേസിക് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് കൊടുക്കേണ്ടത് കേട്ടോ കമൻറ്റ് മോഡറേഷനിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ കമൻറ്റ് ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മളുടെ വീഡിയോ ആർക്കെങ്കിലും റീമിക്സ് ചെയ്യാനായിട്ടുള്ള പെർമിഷൻ നമ്മൾ കൊടുക്കണോ വേണ്ടെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ ഡോണ്ട് എലോ ആണ് കൊടുക്കുന്നത്. ഇനി നമ്മൾക്ക് ആട്രിബ്യൂട്ട്സിൻ്റെ സെക്ഷനിലേക്ക് വരാം. ഇവിടെ നമ്മൾ ആൾട്ടേർഡ് കണ്ടൻറ്റ് നോ ആണ് കേട്ടോ കൊടുക്കേണ്ടത്. നമ്മളുടെ വീഡിയോയിൽ ഈ പറയുന്ന 3 പോയിൻറ്റ്സിൽ എന്തെങ്കിലും തരത്തിലുള്ള കണ്ടൻറ്റ്സ് ഉണ്ടോയെന്നാണ് ചോദിക്കുന്നത്. അതായത് മറ്റൊരാളുടെ വീഡിയോ നമ്മൾ ചേഞ്ചൊക്കെ ചെയ്തിട്ട് നമ്മളുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടോ, അങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊന്നും ഇല്ലാത്തത് കാരണം ഞാൻ നോ കൊടുത്തിട്ടുണ്ട്. ഇനി ആഡ് ടാഗ്സ്, ഈ ഭാഗത്താണ് നമ്മൾ കീവേഡ്സ് കൊടുക്കേണ്ടത്. അതായത് നമ്മളുടെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള കീവേഡ്സ് ഇവിടെയാണ് കേട്ടോ നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഞാൻ ഹൗ ടു ഗെറ്റ് സബ്സ്ക്രൈബേഴ്സ് ഫാസ്റ്റ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കീവേഡ്സ് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഓഡിയൻസ് എന്ത് സെർച്ച് ചെയ്താലാണോ നമ്മളുടെ വീഡിയോ അവർക്ക് കാണേണ്ടത് അതാണ് കേട്ടോ നമ്മളിവിടെ #ഉം കീവേഡ്സൊക്കെ ആയിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മളുടെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള കീവേഡ്സ് മാത്രം നമ്മൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഈ ഓപ്ഷൻസ് നമ്മൾ എല്ലാം ചെയ്തിട്ടുണ്ട്.
കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അൺലിസ്റ്റഡ് ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്യാം. യൂട്യൂബിൽ ലോങ് വീഡിയോ അപ്ലോഡ് ആവാനായിട്ട് കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിപ്പോൾ അൺലിസ്റ്റഡ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം. എന്നിട്ട് യൂട്യൂബ് സ്റ്റുഡിയോയിൽ നമുക്ക് പോയിട്ട് കുറച്ചും കൂടെ കാര്യങ്ങൾ അതിൽ ചെയ്യാനായിട്ടുണ്ട്. നിങ്ങളിൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് എൻഡ് സ്ക്രീൻ എങ്ങനെയാണ് കൊടുക്കുന്നത്, ഐ കാർഡ്സ് എങ്ങനെയാണ് കൊടുക്കുന്നതെന്നൊക്കെ. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ താഴെ കാണുന്ന അപ്ലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഞാനൊന്ന് ക്ലിക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ അൺലിസ്റ്റഡ് ആയിട്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. തംബ്നെയിൽ കൊടുത്തിട്ടുണ്ട്, ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്, #ടാഗ് കൊടുത്തിട്ടുണ്ട്, കീവേഡ്സ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇനിയും നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ ഈ ഒരു വീഡിയോയിൽ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ആദ്യം അപ്ലോഡ് ചെയ്യാം, എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മളുടെ വീഡിയോ ഇവിടെ പ്രോസസ്സിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ലോങ് വീഡിയോ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ടൈം എടുക്കും കേട്ടോ ഇത് അപ്ലോഡ് ആവാനായിട്ട്. അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ ഇതാ ഇവിടെ പ്രോസസ്സിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ നമുക്കിനി യൂട്യൂബ് സ്റ്റുഡിയോയിൽ വന്നിട്ട് കുറച്ച് കാര്യങ്ങളൂടെ ചെയ്യാനുണ്ട് കേട്ടോ. യൂട്യൂബ് സ്റ്റുഡിയോയുടെ ആപ്പിലല്ല നമ്മൾ വരുന്നത്. യൂട്യൂബ് സ്റ്റുഡിയോ നമ്മൾ ഗൂഗിളിൽ പോയിട്ട് ലോഗിൻ ചെയ്യാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഗൂഗിളിൽ പോയിട്ട് യൂട്യൂബ് സ്റ്റുഡിയോ ലോഗിൻ ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കതിൽ ലോഗിൻ ചെയ്യാം കേട്ടോ. ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലൊരു ഇൻ്റർഫേസാണ് നമുക്ക് വരിക. സാധാരണ നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോ ലാപ്ടോപ്പിലും കമ്പ്യൂട്ടറിലൊക്കെ എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോയിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്കിവിടെ കണ്ടൻറ്റിൻ്റെ ഒരു ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. രണ്ടാമത്തെ ഓപ്ഷനാണ് കേട്ടോ കണ്ടൻറ്റ്. അപ്പോൾ നമ്മളുടെ വീഡിയോ ഇവിടെ അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഫുള്ളായിട്ട് അപ്ലോഡ് ആയിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഫുള്ളായിട്ട് ഇത് അപ്ലോഡ് ആയിട്ടുണ്ട്. ഇവിടെ ചെക്കിംഗ് എന്ന് കാണിക്കുന്നത് നമ്മളുടെ വീഡിയോയിൽ കോപ്പിറൈറ്റോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് അവർ ചെക്ക് ചെയ്യാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഡയറക്റ്റായിട്ട് നമ്മൾ പബ്ലിക്കായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യരുത്. ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വീഡിയോയിൽ കോപ്പിറൈറ്റോ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് അറിയാനായിട്ട് പറ്റില്ല. അൺലിസ്റ്റഡ് ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ. അൺലിസ്റ്റഡ് ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാനും അതുപോലെ തന്നെ എഡിറ്റ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ഞാൻ ഇവിടെ അൺലിസ്റ്റഡ് ആയിട്ട് നമ്മളുടെ വീഡിയോ അപ്ലോഡ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ചെക്കിങ് ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. 6% ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു വീഡിയോ സെലക്ട് ചെയ്തിട്ട് ആ ഒരു പെൻ ഐക്കൺ കണ്ടില്ലേ അത് നമുക്ക് സെലക്ട് ചെയ്യാം. പെൻ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ നേരത്തെ കൊടുത്തിട്ടുള്ള ടൈറ്റിലൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും, പിന്നെ ഡിസ്ക്രിപ്ഷൻ കാണാൻ പറ്റും. ഇതിലൊക്കെ നമുക്ക് ഇനി എന്തെങ്കിലും ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അതുപോലെ തന്നെ താഴെ നമ്മൾ കൊടുത്തിട്ടുള്ള തംബ്നെയിൽ കാണാൻ പറ്റും, പ്ലേലിസ്റ്റ് കാണാൻ പറ്റും, ഓഡിയൻസിനൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി താഴെയായിട്ട് ഷോ മോർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തിട്ടുള്ള എല്ലാ ഓപ്ഷൻസും ഇവിടെ കാണാനായിട്ട് പറ്റും കേട്ടോ. ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനായിട്ടില്ല. യെല്ലോ എംബഡിങ് എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ നമുക്ക് അൺടിക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ നമ്മളുടെ വീഡിയോയുടെ കാറ്റഗറി കൊടുത്തിട്ടുണ്ട്. കാറ്റഗറി ഞാനിപ്പോൾ എഡ്യൂക്കേഷനാണ് കൊടുക്കുന്നത്. നിങ്ങളുടെ വീഡിയോ കാറ്റഗറി എന്താണോ അതനുസരിച്ച് നിങ്ങൾക്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഭാഗത്തത് കഴിഞ്ഞു. ഇനി അടുത്ത ഭാഗത്താണ് നമുക്ക് എൻഡ് സ്ക്രീനൊക്കെ കൊടുക്കാനായിട്ടുള്ള ഓപ്ഷൻ ഉള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും എൻഡ് സ്ക്രീനിൻ്റെ അവിടെ ഒരു പെൻ ഐക്കൺ കാണുന്നത്. അപ്പോൾ ആ ഒരു പെൻ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എൻഡ് സ്ക്രീൻ കൊടുക്കാൻ പറ്റും കേട്ടോ. എൻഡ് സ്ക്രീൻ എന്താണെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. നമ്മുടെ വീഡിയോയുടെ ലാസ്റ്റായിട്ട് ഇതുപോലെ 2 ബോക്സ് ആയിട്ട് വരാറില്ലേ, ഇതിനെയാണ് നമ്മൾ എൻഡ് സ്ക്രീൻ എന്ന് പറയുന്നത്. എൻഡ് സ്ക്രീൻ എന്താണെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അത് ഏത് രീതിയിൽ വേണം എന്നുള്ളത് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എങ്ങനെ വേണം എൻഡ് സ്ക്രീൻ എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഈ ഒരു 2 വീഡിയോ വരുന്ന രീതിയിലുള്ള എൻഡ് സ്ക്രീനാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൽ ഏത് വീഡിയോ വേണം എന്നുള്ളതും നമുക്ക് സെലക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ചൂസ് സ്പെസിഫിക് വീഡിയോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ സൈഡിലായിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏത് വീഡിയോ ആണോ കൊടുക്കേണ്ടത് ആ വീഡിയോ നമുക്കിവിടെ കൊടുക്കാനായിട്ട് പറ്റും. അടുത്ത ബോക്സും ഏത് വീഡിയോ ആണെന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം. അതല്ലാതെ മുകളിലുള്ള ഓപ്ഷൻ മോസ്റ്റ് റീസെൻറ്റ് അപ്ലോഡ് എന്നാണ്. ആ ഒരു ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് ലാസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആയിരിക്കും ഈ ഒരു ബോക്സിൽ വരുന്നുണ്ടാവുക. അതിൻ്റെ താഴെയായിട്ടുള്ള ഓപ്ഷൻ ബെസ്റ്റ് ഫോർ വ്യൂവർ ആണ്. അത് യൂട്യൂബ് തന്നെ ഓട്ടോമാറ്റിക്കലി സെലക്ട് ചെയ്യുന്നതാണ് കേട്ടോ. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഓപ്ഷൻ കൊടുക്കാം. ഏറ്റവും താഴെയുള്ള ഓപ്ഷനാണ് ചൂസ്, അതായത് നമുക്ക് ചൂസ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനാണ്. അപ്പോൾ ഞാൻ ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാണ് കേട്ടോ. എന്നിട്ട് ഏത് വീഡിയോ ആണോ നമുക്ക് വേണ്ടത് ആ വീഡിയോ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ 2 ബോക്സസിലും വീഡിയോ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി താഴെ ആയിട്ട് നമുക്ക് ഇതിൻ്റെ ഡ്യൂറേഷൻ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു വീഡിയോ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. കണ്ടില്ലേ, എത്ര ലെങ്ത്ത് വേണം അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് വരുന്ന രീതിയിലാണ് ഇത് ചെയ്യുന്നത്. സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെ വീഡിയോയുടെ ഈ ഒരു ലാസ്റ്റാണ് ഞാൻ ഈ ഒരു ഭാഗം വെച്ചിട്ടുള്ളത് കേട്ടോ.
അങ്ങനെ നമ്മൾ എൻഡ് സ്ക്രീൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളൊരു വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേനും അടുത്ത വീഡിയോയിലേക്ക് നമ്മുടെ ഓഡിയൻസിനെ എത്തിക്കാനായിട്ടാണ് ഈ ഒരു എൻഡ് സ്ക്രീൻ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ ചെയ്തിട്ടുള്ള 2 വീഡിയോയുടെ ഇതാണ്, ഫോട്ടോ ആണ്, തംബ്നെയിലാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് സേവ് ചെയ്യാം. മുകളിൽ സേവ് എന്ന് പറയുന്ന ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മൾ എൻഡ് സ്ക്രീൻ കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഐ കാർഡ്സ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ താഴെയായിട്ട് ഐ കാർഡ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു പെൻ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ പെൻ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഐ കാർഡ് നമുക്ക് എവിടെയാണോ കൊടുക്കേണ്ടത് അത് ഇതുപോലെ ഇങ്ങനെ ഡ്രാഗ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഏത് ഭാഗത്താണോ എത്രാമത്തെ മിനിറ്റിലാണോ നമ്മളുടെ വീഡിയോയിൽ ഐ കാർഡ് വരേണ്ടത് അത് നമുക്കിങ്ങനെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചിട്ട് ലോങ് വീഡിയോ വേണോ, പ്ലേലിസ്റ്റ് വേണോ, ചാനൽ വേണോ, ലിങ്ക് വേണോ, അങ്ങനെ ഏത് വേണമെങ്കിലും നമുക്ക് ഐ കാർഡായിട്ട് കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പം ഞാൻ തൽക്കാലം ഇവിടെ ഒരു ലോങ് വീഡിയോ ആണ് കൊടുക്കുന്നത്. ലോങ് വീഡിയോ ഇല്ലെങ്കിൽ നമുക്ക് ഷോർട്സ് തന്നെ കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഷോർട്സ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഈ ഒരു ഭാഗത്ത് ഒരു ഷോർട്സ് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ എത്ര ഐ കാർഡ് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഐ കാർഡും കൊടുത്തു, അതുപോലെ തന്നെ എൻഡ് സ്ക്രീനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് യൂട്യൂബ് സ്റ്റുഡിയോയിൽ വന്നിട്ട് നമുക്ക് വീഡിയോ എഡിറ്റിങ്ങിൽ ചെയ്യാനായിട്ടുള്ളത്. എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് മുകളിലായിട്ട് സേവ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സേവ് ക്ലിക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇത്രയും നേരം നമ്മൾ ചെയ്തിട്ടുള്ള ഒരു കാര്യവും നമ്മളുടെ വീഡിയോയിൽ വരില്ല. അപ്പോൾ സേവ് ചെയ്യാൻ ആരും മറക്കരുത്. അപ്പോൾ നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോയിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോയുടെ ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാം. യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് താഴെയായിട്ട് കണ്ടന്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള ലോങ് വീഡിയോ കാണാനായിട്ട് പറ്റും കേട്ടോ. അൺലിസ്റ്റഡ് ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള ലോങ് വീഡിയോ ആണ് ഇവിടെ കാണുന്നത്. ഇതിലിപ്പോൾ നമ്മൾ അൺലിസ്റ്റഡ് ആയിട്ടാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അത് നമുക്ക് മുകളിലുള്ള ഈ ഒരു പെൻ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പബ്ലിക്കായിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇപ്പോൾ ഞാൻ പബ്ലിക്കായിട്ട് അപ്ലോഡ് ചെയ്യുന്നില്ല. നമ്മൾ എപ്പോഴാണോ അപ്ലോഡ് ചെയ്യുന്നത് ആ സമയത്ത് വിസിബിലിറ്റിയുടെ അവിടെ പോയിട്ട് പബ്ലിക് ആക്കുക, ബാക്ക് വരാം, സേവ് ചെയ്യുക, അത്രേ ഉള്ളൂ കേട്ടോ. ഇപ്പം ഞാൻ അൺലിസ്റ്റഡ് ആയിട്ടാണ് ഇത് സേവ് ചെയ്തിട്ടുള്ളത്. നമ്മളുടെ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ട സമയമാകുമ്പോൾ നമുക്കിത് പബ്ലിക് ആക്കാം കേട്ടോ. കണ്ടില്ലേ, നമ്മളുടെ വീഡിയോയിൽ കോപ്പിറൈറ്റും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അതുകൊണ്ടാണ് റെസ്ട്രിക്ഷൻസിൻ്റെ അവിടെ നന്നായിട്ട് കിടക്കുന്നത്. അതുപോലെ തന്നെ ക്വാളിറ്റി SD HD ക്വാളിറ്റി ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. യൂട്യൂബിൽ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാൻ മറക്കരുത് കേട്ടോ. എന്തെങ്കിലും പോയിൻറ്റ്സ് ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻസിൽ പറയാം. അപ്പോൾ ഓക്കെ. അപ്പോൾ ഗൈസ്, യൂട്യൂബിൽ ലോങ് വീഡിയോസ് എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്നുള്ളത് എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തായാലും കമൻസിൽ പറയാം. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ അത് ക്ലിയർ ചെയ്യാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടവർക്ക് ലോങ് വീഡിയോ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് അപ്ലോഡ് ചെയ്യേണ്ടത്, അതിൻ്റെ SEO എങ്ങനെയാണ് കറക്റ്റായിട്ട് കൊടുക്കേണ്ടതെന്നൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. യൂട്യൂബ് ചാനലുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പിന്നെ ഒരുപാട് പേരിലേക്ക് ഈ ഒരു വീഡിയോ എത്താനായിട്ട് വീഡിയോയുടെ താഴെ കാണുന്ന ഹൈപ്പ് ഓപ്ഷൻ നിങ്ങളൊന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് എന്തായാലും അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.